നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനാണ് കാഷ് പട്ടേൽ. ഇദ്ദേഹത്തെയാണ് ഇപ്പോൾ രാജ്യത്തെ ഉന്നത നിയമനിർവഹണ ഏജൻസിയായ FBI ഡയറക്ടറായി US സെനറ്റ് നിയമിച്ചിരിക്കുന്നത്. ട്രംപിന്റെ വിശ്വസ്തനായ കാഷ് പട്ടേലും ഇതിനോടകം തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ കൂടെയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഡെമോക്രാറ്റുകളുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് കാഷ് പട്ടേലിന്റെ നിയമനം. ഇതും ശ്രദ്ധേയമാകുന്നു. സെനറ്റിൽ 49-നെതിരെ 51 വോട്ടുകളാണ് കാഷ് പട്ടേലിന്റെ നിയമനം അംഗീകരിക്കപ്പെട്ടത്. 38,000 അംഗം FBI തലവനായാണ് കാഷ് പട്ടേൽ എത്തുന്നത്. ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിനും 2021 ജനുവരി 6-ന് ക്യാപിറ്റോൾ ആക്രമിച്ച ട്രംപ് അനുകൂല കലാപകാരികളെ പ്രതിരോധിച്ചതിനും ട്രംപിനെ എതിർക്കാൻ ഗൂഢാലോചന നടത്തുന്ന ഡീപ് സ്റ്റേറ്റ് അംഗങ്ങളെ പിഴുതെറിയുമെന്ന പരാമർശത്തിനും വിവാദത്തിലായ ആളാണ് കാഷ് പട്ടേൽ. അതേസമയം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മേലുള്ള ട്രംപിന്റെ സ്വാധീനം അടിവരയിടുന്നത് കൂടിയാണ് പട്ടേലിന്റെ നിയമം. ട്രംപിന്റെ ഇതുവരെയുള്ള എല്ലാ മന്ത്രിസഭാ തെരഞ്ഞെടുപ്പുകളും സെനറ്റ് അംഗീകരിച്ചിരുന്നു. റഷ്യ, സിറിയ തുടങ്ങിയ ശത്രു രാജ്യങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടും രാജ്യത്തിന്റെ ചാരമേധാവിയായി തുൾസി ഗബാർഡും ആരോഗ്യ സെക്രട്ടറിയായ റോബർട്ട് എഫ് കെന്നഡി ജൂനിയറും തെരഞ്ഞെടുക്കപ്പെട്ടതും ഇതേ രീതിയിലാണ്. പട്ടേലിന്റെ നാമനിർദ്ദേശം അട്ടിമറിക്കാനുള്ള അവസാന ശ്രമത്തിൽ ഡെമോക്രാറ്റിക് സെനറ്റ് ഡിക് ഡബിൾ വ്യാഴാഴ്ച വാഷിംഗ്ടൺ ഡൗൺടണിലെ FBI ആസ്ഥാനത്തിന്റെ പുറത്ത് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. FBI മേധാവി എന്ന നിലയിൽ കാഷ് പട്ടേൽ രാഷ്ട്രീയവും ദേശീയവുമായ സുരക്ഷ ദുരന്തമായിരിക്കും. ഇതാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. പിന്നീട് സെനറ്റിൽ സംസാരിച്ച ഡർബിൾ പട്ടേൽ അപകടകാരിയും രാഷ്ട്രീയമായി തീവ്രവുമായ വ്യക്തിയാണെന്നും പറഞ്ഞിരുന്നു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർവഹണ ഏജൻസിയെ ഉപയോഗിച്ച് തന്റെ രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ പ്രതികാര നടപടികൾ പട്ടേൽ സ്വീകരിച്ചേക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം നേടിയ ആളാണ് പട്ടേൽ. ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ മകനായ കാഷ് പട്ടേൽ ന്യൂയോർക്കിലാണ് ജനിച്ചത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് നിരവധി ഉന്നത പദവികളിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. ദേശീയ സുരക്ഷാ കൗൺസിലിൽ ഭീകരവിരുദ്ധ വിഭാഗത്തിന്റെ സീനിയർ ഡയറക്ടർ, ആക്ടിംഗ് പ്രതിരോധ സെക്രട്ടറിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് എന്നീ പദവികൾ അതിൽ ചിലതാണ്. അതേസമയം തനിക്കൊരു ശത്രു പട്ടിക ഇല്ലെന്ന് പട്ടേൽ പറഞ്ഞു. നിയമലംഘകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ മാത്രമാണ് തനിക്ക് താല്പര്യമെന്നും അദ്ദേഹം സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റിയോട് പറഞ്ഞു. എല്ലാ FBI ജീവനക്കാരെയും രാഷ്ട്രീയ പ്രതികാര നടപടികളിൽ നിന്ന് സംരക്ഷിക്കുമെന്നും പട്ടേൽ ഉറപ്പു നൽകി. ട്രംപ് അധികാരമേറ്റതിനു ശേഷം FBI പ്രതിസന്ധിയിലാണ്. 2020-ലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചതിനും രഹസ്യരേഖകൾ തെറ്റായി കൈകാര്യം ചെയ്തതിനും ട്രംപിനെതിരെ കേസെടുത്തവർ ഉൾപ്പെടെ നിരവധി ഏജന്റുമാരെ പുറത്താക്കുകയും തരം താഴ്ത്തുകയോ ചെയ്തിട്ടുണ്ട്. അതേസമയം ഗുജറാത്തിലെ വഡോദരയിൽ വേരുകളുള്ള ഇന്ത്യൻ ഹിന്ദുവാണ് പട്ടേൽ എന്ന 45-കാരൻ. 1980 ഫെബ്രുവരി 25-ന് ന്യൂയോർക്കിൽ ജനനം. റിച്ച്മണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്രിമിനൽ ജസ്റ്റിസിൽ ബിരുദവും പേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദവും നേടിയ കാഷ് പട്ടേൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അന്താരാഷ്ട്ര നിയമത്തിൽ സർട്ടിഫിക്കറ്റും നേടിയിട്ടുണ്ട്. അഭിഭാഷകനായാണ് കാഷ് പട്ടേൽ തന്റെ കരിയർ ആരംഭിച്ചത്. കൊലപാതകം, മയക്കുമരുന്ന് കടത്ത് മുതൽ സംസ്ഥാന ഫെഡറൽ കോടതികളിലെ ജൂറി വിചാരണകളിൽ സങ്കീർണമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വരെയുള്ള നിരവധി കേസുകൾ കൈകാര്യം ചെയ്തു. 2005-നും 2013-നും ഇടയിൽ ഫ്ലോറിഡയിൽ കൗണ്ടി ഫെഡറൽ പബ്ലിക് ഡിഫൻസറായി പ്രവർത്തിച്ചു. 2014-ൽ അദ്ദേഹം US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് നാഷണൽ സെക്യൂരിറ്റി ഡിവിഷനിൽ ഒരു ട്രയൽ അറ്റോർണിയായി നിയമിതനായി. അവിടെ അദ്ദേഹം ഒരേ സമയം ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിന്റെ ലെയ്സണായും സേവനമനുഷ്ഠിച്ചു. 2017-ൽ ഹൗസ് ഇന്റലിജൻസ് കമ്മിറ്റിയിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സീനിയർ കൗൺസിലായി അദ്ദേഹത്തെ നിയമിച്ചു. അതേസമയം FBI തലവൻ പോലുള്ള ഉന്നത അധികാര സ്ഥലത്തേക്ക് ഒരു ഇന്ത്യൻ വംശജൻ എത്തുമ്പോൾ നമുക്കും അത് അഭിമാനകരമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.